വെൽക്കം ബാക്ക് ടു അണ്ടർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 CBSEയിലെ ഫിസിക്സ് ചാപ്റ്റർ 12 ആയിട്ടുള്ള വർക്ക് ആൻഡ് എനർജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് വർക്ക് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വർക്ക് ഡൺ ആണെന്ന് പറയും. ലൈക്ക് നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നു, ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്പ്, ഇതൊക്കെ ഒരു വർക്കാണെന്ന് പറയും. പക്ഷെ സയൻസ് പറയും അതൊന്നും നമുക്ക് വർക്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് സയൻസ് പറയും. നമ്മൾ ചെയ്യുന്ന ജോലികൾ, ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്പ്, അതൊന്നും സയൻസിൽ നമുക്ക് വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഒക്കെ അടുക്കാറാവുന്ന സമയത്ത് 12 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പഠിച്ച് നിങ്ങൾ തളർന്ന് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര വർക്ക് ലോഡായിരുന്നു നിങ്ങൾ പറയും. പക്ഷെ സയൻസ് പറയും എന്താണ്, അതൊന്നും ഒരു വർക്കല്ലെന്ന് പറയും. അപ്പോൾ എന്താണ് ഈ സയൻസിൻ്റെ കൺസെപ്റ്റിൽ വർക്ക് എന്ന് പറയുന്നത്? അതായത് ഒരു വർക്ക് നമ്മൾ ചെയ്തു എന്ന് പറയണമെങ്കിൽ സയൻസ് പറയുന്നു ഇവിടെ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ആണ്. അതായത് അതിന് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ 2 ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അതായത് ഒരു പെൻ നിങ്ങൾ എടുക്കാം. സോ ഈ പെൻ എന്താണ്, സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഞാൻ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് ഡിസ്പ്ലേസ് ആയിട്ട് വേറൊരു പൊസിഷനിലോട്ട് ചെന്നു. സയൻസ് പറയുന്നു ഈ പെന്നിൽ വർക്ക് ഡൺ ആയി വന്നു, വർക്ക് ചെയ്തു എന്ന് പറയുന്നു. അതായത് എന്താണ്, നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആയാൽ മാത്രമേ അവിടെ ഒരു വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ബുക്ക് എടുത്തു വിചാരിക്കാം. അപ്പം ഞാൻ ഈ ബുക്ക് ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ സയൻസ് പറയും ഞാൻ ഇവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. എങ്ങനെയാണ്? കാര്യം എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഒറിജിനൽ പൊസിഷനെ ഡിസ്പ്ലേസ് ആക്കി ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് ആ 2 കണ്ടീഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ഫോഴ്സ്, ഒരു ഫോഴ്സ് ആ ഒബ്ജക്റ്റിൽ അപ്ലൈഡ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ആണ്. ദർ ഷുഡ് ബി എ ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെ ഒരു ചേഞ്ച് ഇൻ പൊസിഷൻ അവിടെ സംഭവിക്കണം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? മെയിൻ പോയിന്റ് ഇത് രണ്ടും വേണം. അതായത് നിങ്ങളിപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു പക്ഷെ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അതും വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും ഓർക്കണം എന്താണ്, വർക്ക് നടന്നു എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു ഫോഴ്സും വേണം, അതോടൊപ്പം തന്നെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷനും വേണം. രണ്ടും കൂടെ കൺസിഡർ ആയാൽ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഹൗ ക്യാൻ വി സേ ദാറ്റ് ആ വർക്ക് ഇസ് ഡൺ ഇൻ എ ബോഡി? ഒരു വർക്ക് അവിടെ നടന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഫോഴ്സ് കാരണം അവിടെ മൂവ് ചെയ്തെങ്കിൽ, ഫോഴ്സ് കാരണം ഡിസ്പ്ലേസ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വർക്ക് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരാൾ എടുത്തു എന്ന് വിചാരിച്ചു, ഇയാൾ എന്ത് ചെയ്തു, കയ്യിൽ നിന്നും ഒരു സ്റ്റോൺ ത്രോ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ദൂരെ വന്ന് അത് സ്റ്റോപ്പായിട്ട് അവിടെ കിടന്നു. അപ്പോൾ ഇത് നമുക്ക് വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? കാര്യം അയാൾ സ്റ്റോണിൽ ഒരു ഫോഴ്സ് കൊടുത്തു അല്ല, ആ ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ആ സ്റ്റോൺ മൂവ് ആയി. ഫോഴ്സ് കൊടുത്തത് കൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത് കൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റും ഈ ഒരു ഒബ്ജക്റ്റ് നമുക്കൊരു വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ സയൻസിൻ്റെ കൺസെപ്റ്റ് നമുക്ക് കണ്ടീഷൻസ് മനസ്സിലായി. അതിൻ്റെ സയൻറ്റിഫിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഒരു വർക്ക് അവിടെ നടക്കണമെങ്കിൽ ഫോഴ്സ് വേണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഉണ്ടെങ്കിലേ വർക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു ന്യൂ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കണം. ഡയറക്ഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഫോഴ്സ് വേറെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ രണ്ടാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന കാര്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പോൾ ഓർത്ത് വെച്ചാൽ എന്താണ്, വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഫോഴ്സും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, ഇത് സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു വിചാരിച്ചു, ഈ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു വിചാരിച്ചു. ഇത് എന്ത് ചെയ്യണം, ഷുഡ് ഡിസ്പ്ലേസസ് അലോങ് ദിസ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കണം, ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. എങ്കിലേ എന്ത് പറയാൻ പറ്റൂ, അവിടെ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വെവ്വേറെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടി ഓർക്കണം. ഇപ്പോൾ 3 പോയിന്റ് ആയാലോ. എന്താണ്, ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണം, രണ്ടും എന്തായിരിക്കണം, സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഇപ്പോൾ ഇത് മറക്കൂലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് നോക്കാം. അതായത് വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായാലോ? ഈ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഈ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ എന്താണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്.
പക്ഷെ വർക്ക് എന്തല്ല, വെക്റ്റർ അല്ല. വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അത് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് സ്കെയിലാറും വെക്റ്റർ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് സ്കെയിലാറും വെക്റ്റർ എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പോകാം. എന്താണ്? സ്കെയിലാറും ഉണ്ട് വെക്റ്ററും ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? സ്കെയിലാർ എന്താണ്? അവിടെ ഡയറക്ഷൻ ഇല്ല. സ്കെയിലാർ കമ്പോണൻസിനൊന്നും എന്തില്ല, ഡയറക്ഷൻ ഇല്ല. പക്ഷെ എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എന്താണ് മാഗ്നിറ്റ്യൂഡ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിനുണ്ട്, പക്ഷെ ഡയറക്ഷൻ അവിടെ ഇല്ല. മനസ്സിലായല്ലോ? വെക്റ്റർ ആണെങ്കിലോ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെയും വെക്റ്ററിന്റെ ഒക്കെ എക്സാമ്പിൾസ് പറഞ്ഞു നോക്കിയേ. സ്കെയിലാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ പഠിച്ച വർക്ക്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്തില്ല? ഡയറക്ഷൻ ഇല്ല, പക്ഷെ ന്യൂമറിക്കൽ വാല്യൂ അവിടെ ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് അവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എക്സാമ്പിൾസ് ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം, ലൈക്ക് ഫോഴ്സ് നമുക്ക് എടുക്കാം, ആൻഡ് ആക്സിലറേഷൻ. ഇതൊക്കെ എന്താണ്? വെക്റ്ററിന്റെ എക്സാമ്പിൾസ് ആണ്, വിച്ച് ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ വർക്ക് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടി അവരുടെ പ്രോഡക്റ്റ് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് മാറിപ്പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ വർക്കിന്റെ യൂണിറ്റിനെ പറ്റി പഠിക്കാം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റോ? മീറ്റർ ആയിരിക്കും. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ വർക്കിന് ന്യൂട്ടൺ മീറ്റർ അല്ലാതെ വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട്, അതാണ് ജൂൾ എന്ന് പറയുന്നത്. എന്താണ്? ജൂൾ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അത് നമുക്കൊരു സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമുക്ക് ജൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ വർക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് ഫാക്ട്സ് ഒക്കെ മനസ്സിലായല്ലോ. എന്താണ് വർക്ക് എന്ന് പറയുന്നത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ആയെങ്കിൽ മാത്രമേ അവിടെ വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി ഇൻ ദ സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ആൻഡ് ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ എന്താണ്? വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ജൂളും ഉണ്ട്. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞൊരു പോയിന്റ് ആണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് രണ്ട് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തു എന്ന് നിങ്ങൾ ആലോചിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ ഫോഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിട്ട് മാറും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും അല്ലെ? അപ്പൊ വർക്ക് എന്തായിട്ട് വരും? വർക്ക് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് കൊടുത്തു പക്ഷേ അവിടെ എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 0 ആയിട്ട് വന്നു. അപ്പൊ വർക്ക് ഇസ് ഈക്വൽ ടു എത്ര? എഫ് ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ? കാര്യം ഏതെങ്കിലും ഒരു ഫാക്ടർ അവിടെ ഇല്ലെങ്കിൽ എന്താണ്? വർക്ക് 0 ആയിട്ട് വരും. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും രണ്ടും നടന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനെ മനസ്സിലായല്ലോ? അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് ഓഫ് ദി വർക്ക് ഇസ് ഈക്വൽ ടു ജൂൾ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും 1 ജൂൾ എന്ന് പറയുന്നുണ്ടാവുന്ന? വാട്ട് ഇസ് 1 ജൂൾ എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ നേരത്തെ എല്ലാ തവണത്തേക്കും യൂണിറ്റ് പഠിക്കുമ്പോൾ അതിനെ 1 ജൂൾ അല്ലെങ്കിൽ 1 ന്യൂട്ടൺ എത്താൻ പറഞ്ഞു നോക്കും. ഇവിടെ എന്താണ്? 1 ജൂൾ എന്തായിരിക്കും? 1 ന്യൂട്ടൺ ഓഫ് ഫോഴ്സ്, കാരണം ആ ഒബ്ജക്റ്റ് 1 മീറ്റർ ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജൂൾ, 1 ജൂൾ എന്ന് പറയുന്നത്. അതായത് എന്താണ്? 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് 1 മീറ്റർ ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 1 ജൂൾ ഓഫ് വർക്ക് നടന്നു എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു വിചാരിച്ചു. ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്തോട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിച്ചു. ആ 5 ന്യൂട്ടൺ ഫോഴ്സ് കാരണം ഇത് എന്ത് ചെയ്തു? ഒരു 2 മീറ്റർ ഡിസ്പ്ലേസ് ആയിട്ട് വേറൊരു പൊസിഷനിൽ പോയിരുന്നു. എങ്കിൽ അവിടെയുള്ള വർക്ക് എത്രയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഇതെന്താണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 10 ജൂൾ ആയിരിക്കും. ഒരു ഫിസിക്സ് ഏതിൻ്റെ ആയിരുന്നാലും നമ്മളൊരു മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് എഴുതാൻ ഓർത്തോളാം. യൂണിറ്റ് ഇല്ലെങ്കിൽ എന്താ നമുക്ക് കൺസിഡർ ചെയ്യത്തില്ല, മാർക്ക് അത്രയും പോകുന്നുണ്ടാവും. സോ യൂണിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ തവണയും ഫോഴ്സ് തന്നിരിക്കണമെന്നില്ല. ചിലപ്പോൾ മാസും അതുപോലെ തന്നെ ആക്സിലറേഷൻ
ഇക്വേഷൻ ആയി തന്നിരിക്കും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് അറിയാം. അത് വെച്ച് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? അതിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ എനർജിയും ടൈപ്സ് ഓഫ് എനർജിയെ പറ്റി പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനോട് മറക്കരുത്. ഇതുപോലത്തെ നല്ല ക്ലാസ്സുകൾക്ക് ആൽഫ ട്യൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.